ഫാത്തിമത്ത് സുഹ്റാന്റെ സുമംഗല സുദിനം വന്നണഞ്ഞല്ലോ. ഫാത്തിമുൻ നബിയാരെ പ്രിയ മകൾക്ക് ആനന്ദം നിറഞ്ഞല്ലോ. ഫാത്തിമത്ത് സുഹ്റാന്റെ സുമംഗല സുദിനം വന്നണഞ്ഞല്ലോ. ഫാത്തിമുൻ നബിയാരെ പ്രിയ മകൾക്ക് ആനന്ദം നിറഞ്ഞല്ലോ. ആനന്ദ പൊതുരവ് ആഘോഷ തിരുരവ് ആവേശമലതലും സുദിനമല്ലോ. ആനന്ദ പൊതുരവ് ആഘോഷ തിരുരവ് ആവേശമലതലും സുദിനമല്ലോ. ഫാത്തിമത്ത് സുഹ്റാന്റെ സുമംഗല സുദിനം വന്നണഞ്ഞല്ലോ. ഫാത്തിമുൻ നബിയാരെ പ്രിയ മകൾക്ക് ആനന്ദം നിറഞ്ഞല്ലോ. ഹായ് ഹലോ ഫ്രണ്ട്സ്, ബുള്ളറ്റുമാനുമാണ്. പാട്ട് കേട്ടില്ലേ? വളരെ മനോഹരം അല്ലേ? ഞാൻ എൻ്റെ വീഡിയോസിൽ ഒരുപാട് ഇതേപോലെ കാണാമറയത്ത് മറിഞ്ഞെടുക്കുന്ന ഒരുപാട് കലാകായികന്മാരൊക്കെ പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ചാനലിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ആളാണ് നദുവ. അടിപൊളിയായിട്ട് പാടി. ഇതും നമുക്ക് ഇൻസ്റ്റയിൽ നിന്ന് കിട്ടിയതാണ്. കൊച്ചിനോട് കോണ്ടാക്ട് ചെയ്തു, വരാൻ പറഞ്ഞു. നദുവ മോള് ഹായ്, എന്താ വിശേഷം? എവിടെ സ്കൂളിലാണ് പഠിക്കണേ? എം സ്കൂളില്. എത്രയിലാണ്? 9ക്കാണ് അപ്പൊ ഉള്ളത്. 9ാം ക്ലാസ്സുകാരിയാണ്. ചിലപ്പോ കണ്ടാല് പറയണമെന്നില്ല, എന്റെ അടുത്ത് നിൽക്കുമ്പോൾ മനസ്സിലാവുണ്ടാവും. ഒരു കുഞ്ഞു മോളാണ്, ഭാവിയിലെ ഒരു ഗായികയാണ് എന്നാണ് ഞാനിപ്പോ ഇവിടുന്ന് പ്രവചിക്കണത്. കാരണം ഇനി സ്കൂൾ തലത്തിലും മറ്റും മറിച്ചൊക്കെ ഒരുപാട് കഴിഞ്ഞ സ്കൂൾ കലോത്സവത്തിലും പങ്കെടുത്തിട്ടുണ്ടല്ലോ അല്ലേ? എവിടെ ജില്ലാ തലത്തിലോ? ജില്ല പോയിട്ടില്ല. ഓക്കെ, സബ് ജില്ല പോയിട്ടുള്ളൂ. ഇനി 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സും +1 +2 ഒക്കെ ഉണ്ട്. ഇൻഷാ അള്ളാ നിങ്ങളൊക്കെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഉയർച്ചയിലെത്താൻ പറ്റും. ഞാൻ പറയാൻ കാരണം ഇങ്ങനെ കഴിവുള്ളവരെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചേ പറ്റുള്ളൂ കേട്ടോ. ഒരുപാട് കഴിവുള്ളവർ ഇതുപോലെല്ലാം ഉണ്ട്. നമ്മൾ ഒരുപാട് ആളുകൾ കൊണ്ടുവന്നു. ഇനിയും ഒരുപാട് ആളുകൾ നമ്മുടെ ചാനൽ വഴിയിലൊക്കെ ഇൻഷാ അള്ളാ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. പാട്ടിനെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ നെറ്റ്വർക്കുണ്ട്, ഇൻസ്റ്റാ പേജ് ഒക്കെ ഉണ്ടല്ലേ? കാരണം നിങ്ങളൊക്കെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തെങ്കിലാണ് കേട്ടോ നമുക്ക് ഇത്രയും കഴിവുള്ള കുട്ടികളൊക്കെ നമുക്ക് ഒരുപാട് ഉയർച്ചയിൽ എത്തിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് ആവർത്തിക്കുകയാണ്. ഓക്കെ, എനിവേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം, അങ്ങനെ പോണ്. ഇപ്പോ വെക്കേഷൻ ഒക്കെയാണ് അല്ലേ? നാളെ സ്കൂൾ തുറക്കാൻ പോവാണ്. അത് മുന്നോടിയായിട്ട് തന്നെ നാളെ സ്കൂളിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥിനികൾക്കും 2025-26 പുതുവത്സരാശംസകൾ നേരെയാണ്. നിങ്ങളെപ്പോലെയുള്ള ഒരു നാളെ സ്കൂളിൽ പോകാൻ നിൽക്കുകയാണ് അവളും അല്ലേ? നാളെ പുതിയ എന്താ പറയുക യൂണിഫോം കാര്യങ്ങളൊക്കെ ആയിട്ട് സ്കൂളിലേക്ക് അടുത്ത വർഷം. അപ്പോ പാട്ട് കേട്ടു. ഇനിയും ഒരുപാട് പാട്ടുകൾ നിങ്ങൾക്ക് 1-2 പാട്ടുകളൊക്കെ നിങ്ങൾ കേൾപ്പിച്ചു തരാം. പിന്നെ ഇപ്പോ ഈ പാട്ടിന്റെ മേഖലയിൽ വന്നിട്ട് എത്രയായി? ഞാനൊരു 2 കൊല്ലം. വീട്ടിൽ എത്ര മക്കളാണ് നിങ്ങള്? 4 ആള്. അതിലിപ്പോ ഏറ്റവും ചെറുത് ഇയാണോ? അല്ല, രണ്ടാമത്തത്. ഈ പാട്ടിന്റെ ഫീൽഡിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? പെച്ചുമ്മച്ചൊക്കെ പാടോ? ചെറുതായിട്ട് മൂളൊക്കെ ചെയ്യും. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിലിപ്പോ ആരാ കൂടുതൽ സപ്പോർട്ട് ചെയ്യണത്? ഇത് തന്നെ വെച്ച് തന്നെ. ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമുകൾ ഇപ്പൊ TV ഷോയിലും എന്തൊക്കെയുണ്ടല്ലോ. കുട്ടിപ്പായത്തില് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണോ? പങ്കെടുക്കുന്നുണ്ട്. പിന്നെ നാട്ടിലെ സ്റ്റേജ് പ്രോഗ്രാമുകള്, കല്യാണങ്ങള് ഒക്കെ ആയിട്ട് ഒരുപാട് പാട്ടൊക്കെ ഉണ്ട്. കിളിയെന്നുള്ള പാട്ടൊക്കെ ഒരുപാടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കരാട്ടയിൽ അങ്ങനെ എന്തൊക്കെയാ ഞാൻ ഇവിടെ വന്നപ്പോ തൈക്കോണ്ടോ അതിന് അവാർഡ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടില്ലേ? 3rd കിട്ടിയിട്ടുണ്ട്. അപ്പൊ ചില്ലറക്കാരിയല്ല കേട്ടോ. ഈ ഒരു പ്രായം നിങ്ങൾ നോക്കണ്ട, ഈ വലിപ്പം നിങ്ങൾ നോക്കണ്ട. തൈക്കോണ്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കല എന്താണ്, കായികമാണ് ഇതല്ലേ?
കായികത്തിൽ പെട്ടതാണ് കേരള സ്റ്റേറ്റ്. നമ്മൾ കരാട്ടെ കുൻഫു കേട്ടിന്, തൈക്കോണ്ടോ ഞാനും ആദ്യമായിട്ടാണ് കേൾക്കണേ, എനിക്കറിയില്ല. ഇതില് കേരള സ്റ്റേറ്റ് സ്കൂൾ ഗെയിംസ് 65ാമത്, ഇതില് ഫസ്റ്റ് ആണ്, തേർഡ് ആയിട്ട്. അപ്പൊ ഇനി ഒരുപാട് ഇതുപോലുള്ള ഒരുപാട് അവാർഡുകളൊക്കെ വാങ്ങിക്കൂട്ടാൻ പറ്റട്ടെ. അപ്പോ ഇനി പിന്നെ പ്രേക്ഷകർക്ക് ഒരു പാട്ട് നമ്മൾ ഓൺ വോയിസ് ആയിട്ട് പാടി കൊടുത്താലോ? ഏതാ പാട്ടാ? കിളിയെ ദിക്ർ പാടി കിളിയെ കേട്ട് നോക്കിയാലോ? പാടി. കിളിയേ ദിക്ർ പാടി കിളിയേ, സുബഹിക്ക് മിനാരത്തെ വലം വെച്ച് പറക്കുന്ന ദിക്ർ പാടി കിളിയേ, നീലമേലാം പെട്ടോരാകാശത്തിന്റെ പുറത്തെ സുബർഗത്തിൽ അതൃപ്പങ്ങൾ കാണുന്നുണ്ട് ചൊല്ല്, അതൃപ്പങ്ങൾ കാണുന്നുണ്ട് ചൊല്ല്. കിളിയേ സുബഹിക്ക് മിനാരത്തെ വലം വെച്ച് പറക്കുന്ന ദിക്ർ പാടി കിളിയേ, നില്ല്, നീലമേലാം പെട്ടോരാകാശത്തിന്റെ പുറത്തെ സുബർഗത്തിൽ അതൃപ്പങ്ങൾ കാണുന്നുണ്ട് ചൊല്ല്, അതൃപ്പങ്ങൾ കാണുന്നുണ്ട് ചൊല്ല്. ഒരു കാലത്ത് കേസറ്റും CD ഒക്കെ ഉള്ള സമയത്ത് നമ്മളൊക്കെ വീട്ടിലൊക്കെ കേട്ടിരുന്ന, ഗൾഫിൽ നിന്ന് പ്രവാസികളായിട്ടുള്ള ആളുകളൊക്കെ വരുന്ന സമയത്ത് ഈ ടേപ്പ് റിക്കാർഡുകളൊക്കെ കൊണ്ടുവരുന്ന സമയത്തൊക്കെ നമ്മളൊക്കെ കേട്ടിരുന്നേ കിളിയെ കിളിയെ എന്നൊക്കെ എഴുതിയിട്ടുള്ള ആ കേസറ്റ് തന്നെ ഉണ്ടാവും. അതിലൊക്കെ ഒരുപാട് ഹിറ്റായിട്ടുള്ള പാട്ടുകളാണ്. നല്ല മനോഹരമായിട്ട് തന്നെ പാടി. ഇതിൻ്റെ ഓഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ, ഓഡിയോ വീഡിയോസൊക്കെ പിന്നെ നെതുവമോള് ചെയ്തതുണ്ട്. പിന്നെ അതുപോലെ ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ അല്ലേ, പിന്നെ പാട്ട് പാടുന്ന സ്കൂളിലും കാര്യത്തിലൊക്കെ. നമ്മൾ റിനാദിനെ വീഡിയോ ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം. റിനാദിന്റെ അതേ സ്കൂൾ തന്നെയാണ്. റിനാദ് 10 കലനി അതോ ഇനി 10ക്ക്? നിങ്ങളൊരു ഒരു ബാച്ചാണ് ശരിക്കും അല്ലേ? അതെ, റിനാദിന്റെ ഒക്കെ. നമ്മള് പാണക്കാട് പട്ടർക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ. മലപ്പുറത്തുനിന്ന് പാണക്കാട് പോയ വഴിയാണ്, പട്ടർക്കടവിലാണുള്ളത്. പട്ടർക്കടവിന്റെ ഒരു വാനമ്പാടിയാണത്. ഒരു പക്ഷേ ഇനി ചിലപ്പോ ഭാവിയിലൊക്കെ ചിലപ്പോ നമ്മളെ നെതുവന്റെ ഓരോ സ്ഥലങ്ങൾ അറിയപ്പെടില്ലേ, ഓരോരുത്തരുടെ പേരിലാണ്. ചിലപ്പോൾ നെതുവ പട്ടർക്കടവ് അങ്ങനെയൊക്കെ ചിലപ്പോൾ അറിയപ്പെടാൻ സാധ്യതയുണ്ട്, അറിയില്ല. നിങ്ങളൊക്കെ ഏറ്റെടുക്കുമെന്നാണ് വിചാരിക്കുന്നത്. നല്ലോണം പാടാൻ കഴിവുണ്ട്. ഞാൻ അനീഫ മുടിക്കോട് സാറിനൊക്കെ വിളിച്ചിട്ടുണ്ട്. ഇൻഷാ അള്ളാ അടുത്ത കലോത്സവങ്ങളിലൊക്കെ പാട്ട് പാടാനുള്ള പിന്നെ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മുടിക്കോട് സാർ ആയിക്കോട്ടെ സ്റ്റുഡിയോക്ക് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ പാട്ടിനെ ഞാൻ പറഞ്ഞില്ല, പാട്ടിനെ സ്നേഹിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം, നമുക്ക് ഒരുപാട് മക്കൾ ഇതേപോലെയുള്ളതുണ്ട്. ഓരോ കഴിവിനെ നമ്മൾ അംഗീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചാനൽ മുഖേന. അതുപോലെ നമ്മുടെ ചാനൽ മുഖേന ഒരുപാട് ഇനിയും ഒരുപാട് ആളുകളെ, നിങ്ങൾക്കൊക്കെ എത്ര കഴിവില്ല കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ ചാനൽ മുഖേന നമുക്ക് പുറം ലോകത്ത് അറിയിക്കാൻ സാധിക്കും. പിന്നെ ഈ മലയാള പാട്ടുകൾ, മാപ്പിള പാട്ടുകളല്ലാതെ ഒരുപാട് വേറെ മറ്റ് ഭാഷകളിലൊക്കെ പാടി വെക്കിയിട്ടുണ്ടോ? ഏതൊക്കെ? അറബിക്കൊക്കെ ഇപ്പൊ എല്ലാവരും പാടുന്നുണ്ട്. അതൊക്കെ ഇല്ല. പിന്നെ ഹിന്ദിയോ? അങ്ങനത്തെ തകൃതമായിട്ടുള്ള പാട്ടുകളൊക്കെ. ഈ ട്രഡീഷണൽ ആയിട്ട് പാട്ടൊക്കെ പാടി വെക്കണോ? ഏത്? അതെ, കഴിഞ്ഞ കലോത്സവത്തിന് അതേ പാട്ട് പാടിനി. പിന്നെ കഴിഞ്ഞ കലോത്സവത്തിൽ പാടിയിട്ടുള്ള ഒരു പാട്ടാണ്, ബദറുദ്ദീൻ സാറിന്റെ വരികളാണ് അല്ലേ? ഒന്ന് പാടിക്കൊടുത്താലോ പ്രേക്ഷകർക്ക്? ഓക്കെ. ജബഹത്തുള്ളോളി ബേന്ദർ സുധി ഭാഷ തേളി തിങ്കൾ ജബലത്തലം ഉഹുദുണ്ടിൽ കുഗിണ്ടീശുന്നേ സഹബരിലെന തുടിയ മറദിലनु വിടയുടുക്കി അനഗിരി ബലിനില അലജബലിടുക്കി അനഗരെ എടുക്കടലരി കൊരു തടുക്കി തടുക്കയും മടലിടുക്കയും മടികൊടുക്കി ഇഗലത്തിലാണി ദിപ്പോറുദീരക്കൊതിയാനുണ്ടേറ്റം അഖിരിച്ചാനെ വിയോരത്തേടിരിടുന്നേ സഹബരിലെന തുടിയ മറദിലनु വിടയുടുക്കി അനഗരെ ബലിനില അലജബലിടുക്കി അനഗരെ എടുക്കടലരി കൊരു തടുക്കി തടുക്കയും മടലിടുക്കയും മടികൊടുക്കി ഇഗലത്തിലാണി ദിപ്പോറുദീരക്കൊതിയാനുണ്ടേറ്റം അഖിരിച്ചാനെ വിയോരത്തേ. ഓക്കെ മറന്നിട്ടുണ്ട് ഗൈസ്, കാരണം കുറച്ചായിന് പാടിയിട്ട്. കഴിഞ്ഞ വർഷമാണ്. ഇനി അടുത്ത വർഷം ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ട് നമ്മള് പിന്നെ ജില്ലാതലത്തിൽ പോകും അല്ലേ? അത് കഴിഞ്ഞ പിന്നെ സബ് ജില്ല കഴിഞ്ഞ ജില്ലാതലത്തിൽ പോകും ഞങ്ങള്. പിന്നെ അതിന്റെ പാട്ടും പ്രിപ്പയർ ഒക്കെ എപ്പോഴേ തുടങ്ങണേ കേട്ടോ. ഓക്കെ. അപ്പോ പിന്നെ നെതുവ മോള്, ഞാൻ പേര് മറക്കുകയാണ്. നെതുവ മോള് പിന്നെ ഇപ്പൊ 8ാം ക്ലാസ്സിൽ നിന്ന് 9ാം ക്ലാസ്സിലേക്ക് ജയിച്ചിട്ടേ ഉള്ളൂ.
ഞാൻ പറഞ്ഞു പാണക്കാട് പട്ടക്കടവ് എന്ന സ്ഥലത്താണ് ഒരുപാട് പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ വെക്കേഷനൊക്കെ തിരക്കണ്ടായിരുന്നു, ഒരുപാട് കല്യാണങ്ങളൊക്കെ ആയിട്ടില്ലേ അല്ലേ? അത് എനിപ്പിച്ചെന്റെ കൂടെ പോരെ. ആ, നമ്മളെ കൂട്ടത്തിൽ ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, നമ്മളെ കൂട്ടത്തിലൊക്കെ പാടാനോ അല്ലെങ്കിൽ ഇങ്ങനെ കഴിവുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രോത്സാഹനം കൊടുക്കണേ. പഠിത്തത്തിന് മാത്രം മൂന്നിൽ കൊടുക്കുക എന്നല്ല, കുട്ടികളെ നൈസർഗികമായിട്ടുള്ള കഴിവുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. കാരണം ആ ഒരു മേഖലയിലേക്കാണ് ചിലപ്പോൾ ഒലിഞ്ഞറിയപ്പെടാൻ വേണ്ടി പോണത്. നമ്മൾ പിന്നിലുള്ള ഗായകന്മാരായിട്ടുള്ള കുറച്ച് ആളുകളൊക്കെ നമ്മളെ വലിയ വലിയ ഗായകന്മാരൊക്കെ ഇതേപോലെ വന്നവർ തന്നെയാണ്. ഒരുപാട് പാട്ടിലൂടെയൊക്കെ ചെറിയ ചെറിയ പാട്ടുകളൊക്കെ പാടിയിട്ട് നെതുവും അതുപോലെ തന്നെയാണ്. പിന്നെ എന്താ പ്രേക്ഷകരോട് പറയാനുള്ളത്? എല്ലാരും സപ്പോർട്ട് ചെയ്യാം. ആ, അല്ലേ സന്തോഷമുണ്ട് വന്നതിലൊക്കെ അല്ലേ? ആദ്യമായിട്ടാണ് മനുക്കാന്റെ ഇന്റർവ്യൂ അല്ലേ? ആ, ആദ്യമായിട്ടാണ് അത് നമ്മള് ഒരു ഫസ്റ്റ് ഇന്റർവ്യൂ. പിന്നെ ഒരുപാട് ഇൻസ്റ്റാ പേജിലൊക്കെ പാട്ട് പാടിയിട്ടൊക്കെ നിങ്ങളൊക്കെ ഒരു ഇൻസ്റ്റാ യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവും. ഇൻഷാ അല്ലാ ഇനിയും നിങ്ങളെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. ഇനിയും ഒരുപാട് ഉയർച്ചയിലെത്തട്ടെ. ഇത് മോളെ കാണാൻ പറ്റിയാലും വരാൻ പറ്റിയാലും വീഡിയോ ചെയ്യാൻ പറ്റിയാലും നമ്മളെ ചാനലിൽ വന്നതിലൊക്കെ ഒരുപാട് സന്തോഷം. ഇൻഷാ അല്ലാ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഒരു ഹായ് പറഞ്ഞേ.